നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നലെ റാഞ്ചിയിൽ ഇന്ത്യൻ ടീം വിജയിക്കുമ്പോൾ രോഹിത് ശർമ്മയുടെ വക അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വക 3 സിക്സറുകൾ അദ്ദേഹത്തിൻ്റെ വക പിറന്നു. അതായത് 51 പന്തുകൾ, 5 4 3 6 അടക്കം 57 റൺസ്. ആ 3 സിക്സറുകളോടുകൂടി ഏകദിന ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ താരമെന്ന റെക്കോർഡ് പാകിസ്ഥാൻ്റെ ഷാഹിദ് അഫ്രീദിയിൽ നിന്ന് രോഹിത് ശർമ്മ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. 351 സിക്സറുകളാണ് അഫ്രീദി അടിച്ചിരുന്നതെങ്കിൽ രോഹിത് ശർമ്മ 352 സിക്സറുകളായി കഴിഞ്ഞു. ഇപ്പോൾ അഫ്രീദി രണ്ടാമതായി, ഗെയിലാണ് മൂന്നാമത് 331 സിക്സറുകൾ. ജയസൂര്യ 270 സിക്സറുകളുമായിട്ട് തൊട്ട് പുറകിൽ 4-ാം സ്ഥാനത്ത്. 229 സിക്സറുകളുമായിട്ട് MS ധോണിയാണ് 5-ാം സ്ഥാനത്ത്. അതേസമയം ഒയിൻ മോർഗൻ 220 സിക്സറുകളുമായിട്ട് 6-ാമത്, ABD 204 സിക്സറുകളുമായിട്ട് 7-ാമത്, 200 സിക്സറുകളുമായിട്ട് ബ്രണ്ടൻ മാക്കലം 8-ാമത്, 195 സിക്സറുകളുമായിട്ട് സച്ചിൻ 9, 190 സിക്സറുകളുമായിട്ട് സൗരവ് ഗാംഗുലി 10. ഇതാണ് ടോപ്പ് 10 സിക്സേഴ്സിൻ്റെ ലിസ്റ്റ്. ഇനി അതല്ല നമ്മൾ പറഞ്ഞു വരുന്ന, അതല്ല രോഹിത് ശർമ്മക്കുണ്ടായിട്ടുള്ള മാറ്റമാണ്. സിക്സർ അടിയെ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന കാഴ്ച സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സംഭവിക്കുന്നത്. നോക്കുക, രോഹിത് ശർമ്മ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ സിക്സ് ഹിറ്റിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോയിട്ടുണ്ട്. നോക്കുക, 2013 ഒക്ടോബർ വരെ 102 ഏകദിന ഇന്നിങ്സുകളിൽ നിന്ന് 36 സിക്സറുകളാണ് രോഹിത് ശർമ്മ നേടിയിരുന്നത്. അതായത് 2840 റൺസ് അടിച്ചു, 77.23 സ്ട്രൈക്ക് റേറ്റിൽ 36 സിക്സറുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നവംബർ 2013 മുതൽ ഫെബ്രുവരി 2022 വരെയുള്ള കാലഘട്ടത്തിൽ 121 ഏകദിന ഇന്നിങ്സുകളിൽ നിന്ന് 6443 റൺസ് അദ്ദേഹം അടിച്ചു എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് 95.43, സിക്സറോ 209 സിക്സറുകൾ അദ്ദേഹം അടിച്ചു. ഇനി അതൊന്നുമല്ല കാര്യം, 2022 ശേഷമുള്ള ഈ കുറഞ്ഞ 3 വർഷത്തെ കാലയളവിൽ അദ്ദേഹം 46 ഇന്നിങ്സുകളിൽ നിന്ന് 2144 റൺസ് അടിച്ചത് 113.25 സ്ട്രൈക്ക് റേറ്റിലാണ്. എന്ന് മാത്രമല്ല, ഈ കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് 46 മത്സരങ്ങളിൽ നിന്ന് 107 സിക്സറുകളിലേക്ക് അദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. ബോൾസ് പെർ സിക്സർ നമ്മൾ നോക്കാം. എത്ര ബോളിലൊരു സിക്സ് ആവറേജ്? 2013 വരെ ഓരോ 102.14 ബോളുകൾ ഫേസ് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഓരോ 102 ബോളുകളിലുമാണ് ഒരു സിക്സർ വരുന്നത്. അപ്പോൾ ഒരു ഇന്നിങ്സിൽ സിക്സറിൻ്റെ ആവറേജ് എടുത്താൽ 2013 വരെ രോഹിത് ശർമ്മയുടേത് 0.35 മാത്രമാണ്. അതുപോലെ തന്നെ സിക്സറുകളിലൂടെ അദ്ദേഹം നേടുന്ന റൺസിൻ്റെ പെർസെൻറ്റേജ് 7.61 മാത്രമായിരുന്നു. എന്നാൽ നവംബർ 2013 മുതൽ ഫെബ്രുവരി 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിന് സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ബോൾ പെർ സിക്സർ 32.3 മാറി. ഓരോ 5 ഓവറിനിടക്കും അദ്ദേഹത്തിൻ്റെ വക ഒരു സിക്സർ അദ്ദേഹം ക്രീസിൽ ഉണ്ടെങ്കിൽ 32.3 എന്ന രൂപത്തിലേക്ക് ബോൾ പെർ സിക്സ് മാറി. ഇനിയോ 6 പെർ ഇന്നിങ്സോ 1.73, 2 സിക്സറുകളോളം ഒക്കെ അദ്ദേഹം ഒരു ഇന്നിങ്സിൽ അടിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. പെർസെൻറ്റേജ് ഓഫ് റൺസ് ഇൻ സിക്സസ് നോക്കണം, 19.46 വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം 100 റൺസ് അടിച്ചാൽ ഒരു 20 റൺസ് സിക്സറിലൂടെ വരും എന്ന രൂപത്തിലാണ്. 18 റൺസ്, 3 സിക്സെങ്കിലും ഉണ്ടാവും 100 റൺസ് അടിച്ചാൽ. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് 2022 ശേഷമുള്ള കാലയളവിൽ ഇത് അവിശ്വസനീയമായ തരത്തിലേക്ക് ഉയർന്നു. ഈ സിക്സർ ഡിയുടെ കണക്ക് നോക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഓരോ 17.69 ബോളുകളിലും ഒരു സിക്സർ, ബോൾ പെർ സിക്സർ 17.61 മാറി. അതായത് ഓരോ 3 ഓവറുകൾ അദ്ദേഹം ക്രീസിലുണ്ടെങ്കിൽ ഒരു സിക്സ് വരും എന്ന രൂപത്തിലേക്ക് വന്നു. നോക്കണം നിങ്ങൾ അതിലുണ്ടായിട്ടുള്ളൊരു മാറ്റം. ഇനിയോ പെർ ഇന്നിങ്സ് 2.336, അത് ഇറങ്ങിയ ഒരു 2 സിക്സെങ്കിലും അടിക്കുന്നുള്ള അവസ്ഥയിലേക്കായി. അതും കഴിഞ്ഞില്ല, റൺസ് ഇൻ സിക്സസ് പെർസെൻറ്റേജ് എടുത്താൽ 29.94, 29.94% റൺസും വരുന്ന സിക്സറിലൂടെയാണ് കഴിഞ്ഞ 3 വർഷത്തിനിടക്ക്. അതായത് രോഹിത് ഒരു സെഞ്ചുറി അടിച്ച ഒരു 5 സിക്സെങ്കിലും ഉണ്ടാവും. അതാണ് കാര്യം. സിക്സർ അടിയെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി.
വല്ലാത്തൊരു ഇവല്യൂഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.